മഹാപണ്ഡിതനും അദ്വൈത തത്വജ്ഞാനിയുമായിരുന്ന ശങ്കരാചാര്യർ തന്റെ പാണ്ഡിത്യം കൊണ്ട് ലോകം മുഴുവൻ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ സർവജ്ഞപീഠം കയറാനായി യാത്ര ചെയ്യുകയായിരുന്നു. ഈ യാത്രയിൽ കണ്ണൂരിന്റെ കിഴക്കൻ പ്രദേശമായ പുളിങ്ങോത്ത് വെച്ച് അദ്ദേഹം ഒരു പുലിയ യുവാവിനെ കണ്ടുമുട്ടി. അലങ്കാരൻ എന്നായിരുന്നു ആ പുലിയ യുവാവിന്റെ പേര്. ശങ്കരാചാര്യർ തന്റെ ശിഷ്യന്മാരുമായി യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ ഒരു പുലയനും അവന്റെ നായും നിൽക്കുന്നത് കണ്ടു. ഐത്തം നിലനിന്നിരുന്ന ആ കാലത്ത് ശങ്കരാചാര്യർ പുലയനോട് വഴിമാറി പോകാൻ ആവശ്യപ്പെട്ടു. എന്നാൽ അലങ്കാരൻ എന്ന ആ പുലിയ യുവാവ് ശങ്കരാചാര്യരോട് തിരിച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. നിങ്ങൾ ആരെയാണ് വഴിമാറാൻ പറയുന്നത്? ഈ ശരീരത്തെ ആണോ അതോ ആത്മാവിനെ ആണോ? ശരീരം ആണെങ്കിൽ എല്ലാ ശരീരങ്ങളും പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമല്ലേ? ആത്മാവാണെങ്കിൽ എല്ലാ ആത്മാക്കളും ഒന്നുതന്നെയല്ലേ? നിങ്ങളെ കൊത്തിയാലും ഞങ്ങളെ കൊത്തിയാലും ഒരേ ചോരയല്ലേ? പിന്നെന്തിനാണ് ഈ ജാതിഭേദം? ഈ ചോദ്യങ്ങൾ കേട്ട് ശങ്കരാചാര്യർ അത്ഭുതനായി. ഒരു സാധാരണ പുലിയ യുവാവിന് ഇത്രയും വലിയ ആത്മജ്ഞാനം എങ്ങനെ ലഭിച്ചു? അലങ്കാരന്റെ വാക്കുകൾ ശങ്കരാചാര്യരുടെ ഉള്ളിലെ അഹങ്കാരത്തെ ഇല്ലാതാക്കി. താൻ ഇതുവരെ പഠിച്ച അദ്വൈത തത്വങ്ങളുടെ ആഴം ആ പുലിയ യുവാവിന്റെ വാക്കുകൾ അദ്ദേഹം തിരിച്ചറിഞ്ഞു. നിമിഷനേരം കൊണ്ട് ആ പുലിയ യുവാവ് അപ്രത്യക്ഷമായി. ആ സ്ഥാനത്ത് സാക്ഷാൽ പരമശിവൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. അഹങ്കാരം വെടിഞ്ഞ് സന്മാർഗിയായ ശങ്കരാചാര്യരുടെ പരമശിവൻ അനുഗ്രഹിച്ചു. പരമശിവൻ പറഞ്ഞു, ശങ്കരാചാര്യർ താന്ത്രിക വിധി പ്രകാരം ഈശ്വരാരാധന ചെയ്യുന്നത് കൊണ്ട് ആണ് ഇങ്ങനെ ഉള്ള ശുദ്ധിയും അശുദ്ധിയും നോക്കേണ്ടിവരുന്നത്. അങ്ങനെ തന്ത്രത്തിൽ കൂടി ഈശ്വരനെ എപ്പോഴും കിട്ടുകയില്ല. അങ്ങനെ ഒരാൾ തൊട്ടാൽ നശിച്ചു പോവുന്നത് അല്ല ഈശ്വര ചൈതന്യം. സാധാരണ ജനങ്ങൾ സൽക്കർമ്മം കൊണ്ട് ഈശ്വരനെ ആരാധിക്കുന്നു. ദുഷ്കർമ്മങ്ങൾ ചെയ്താൽ സൽക്കർമ്മം നശിക്കും. ഭൂതഗണങ്ങളെ വാക്ക് ശക്തി കൊണ്ട് ആരാധിക്കുന്നു. പറഞ്ഞ വാക്ക് തെറ്റിച്ചാൽ ആ ഭൂതഗണങ്ങൾ നമ്മെ ഒഴിവാക്കും. ദേവന്മാരെ ഇച്ഛാശക്തി കൊണ്ട് ആണ് ആരാധിക്കുന്നത്. മനസ്സിൽ തെറ്റായ ചിന്തകൾ വന്നാൽ ദേവന്മാർ നമ്മളെ ഒഴിവാക്കും. ഏറ്റവും മുകളിൽ ഉള്ള ആജ്ഞാശക്തിയുള്ള പരബ്രഹ്മത്തെ ബുദ്ധിയിൽ ആണ് ആരാധിക്കുന്നത്. ബുദ്ധിയിൽ ദുർബുദ്ധി വന്നാൽ അത് ഇല്ലാതാകും. അല്ലാതെ തൊട്ടാലും നോക്കിയാലും പോവുന്നത് അല്ല ഈശ്വര ചൈതന്യം. പിൽക്കാലത്ത് പുലിയ വേഷം പൂണ്ട് ശങ്കരാചാര്യരെ പാഠം പഠിപ്പിച്ച പരമശിവനെ മലനാട്ടിൽ ഭൂതക്കോലമായി കെട്ടിച്ച് ആരാധിക്കുവാൻ തുടങ്ങി. അങ്ങനെയാണ് പൊട്ടൻ തെയ്യം രൂപം കൊണ്ടത് എന്നാണ് പ്രധാന ഐതിഹ്യം. സമൂഹത്തിലെ ജാതീയ ഉച്ചനീചത്വങ്ങളെയും അസമത്വങ്ങളെയും ചോദ്യം ചെയ്യാനും മാനുഷിക സമത്വത്തിന് ഊന്നൽ നൽകാനും ഈ തെയ്യം ഒരു പ്രതീകമായി നിലകൊള്ളുന്നു.